ഇന്നത്തെ സ്പെഷ്യൽ ഒരു വെജ് സാൻഡ്വിച്ചാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കുക്കുംബർ ഒരു ചെറിയ പീസ്, ക്യാരറ്റ് ഒരെണ്ണം, പിന്നെ വേണ്ടത് ഒരു തക്കാളി, പിന്നെ ഉപ്പ് ആവശ്യത്തിന് 1 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 2 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, പിന്നെ ഇലകൾ നമ്മൾ ചേർക്കണം അരയ്ക്കാനായിട്ട്. അതിനായിട്ട് പുതിന ഇല 1 കപ്പ്, മല്ലിയില 1 കപ്പ്. പിന്നെ വേണ്ടത് ബ്രെഡാണ്. ബ്രെഡും 1 കപ്പ്, സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ എടുക്കരുത്, വേറെ ഏതെങ്കിലും ഓയിൽ എടുത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അല്ലാതെ മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാണ്. മല്ലിയില, പുതിന ഇല, ഓയിൽ, പച്ചമുളക്, വെളുത്തുള്ളി, ഉപ്പ്. ഇനി നമ്മൾ കോൺഫ്ലവർ കുറുക്കണം. അതിനൊരു കപ്പ് വെള്ളത്തിലേക്ക് കോൺഫ്ലവർ ഇട്ടിട്ട് കുറുക്കി, അത്യാവശ്യം അധികം കട്ടയായി പോകാൻ പാടില്ല, ഒരു മീഡിയത്തിൽ കുറുക്ക് പോലെ വന്നതിന് ശേഷം അത് മാറ്റി വയ്ക്കുക, തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. തണുത്ത ശേഷം അത് ആദ്യം മിക്സിയിലിട്ട് വെച്ചിലേക്ക് ചേർക്കുക. ഇത് കട്ടയായി പോയിട്ടുണ്ടെങ്കിൽ പാല് ചേർക്കാവുന്നതാണ്. ഇതിൽ പാല് ചേർത്താലും നന്നായിരിക്കും. പാൽ 1 കപ്പ് ചേർത്തതിന് ശേഷം അരച്ചാലും ഇലകളുടെ ടേസ്റ്റ് കുറച്ച് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, അതിട്ടാലും നന്നായിരിക്കും. പിന്നെ അത് മിക്സിയിൽ നിന്ന് നമ്മളൊരു ബൗളിലേക്ക് മാറ്റാണ് ഈ അരപ്പ്. ഇനി ബ്രെഡിൻ്റെ 4 സൈഡ് കട്ട് ചെയ്ത് കളയാണ്. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ക്രീം തേച്ചിട്ട് അതിൻ്റെ മേലെ ചീസ് വേണ്ടവർക്ക് ഇടാവുന്നതാണ്. ഞാനിതിൽ ചീസൊന്നും ചേർക്കണില്ല, വെജിറ്റബിൾസ് മാത്രം. 3-4 വെജിറ്റബിളെ ഞാൻ ഇടണുള്ളൂ. ഇതിൽ കൂടെ സ്പ്രൗട്ട്സ് വേണ്ടവർക്ക് ഇടാവുന്നതാണ്. പിന്നെ വേറെ എന്താ, കുക്കുംബർ, ഒണിയൻ അങ്ങനെ വേണ്ടവർക്ക് ചേർക്കാവുന്നതാണ്. ക്യാപ്സിക്കം, അതൊക്കെ. ഞാൻ കുക്കുംബറും ക്യാരറ്റും ടൊമാറ്റോ മാത്രമേ ചേർക്കുന്നുള്ളൂ. എടുത്തു വെച്ച കുക്കുംബർ നമ്മൾ ചെറിയ പീസുകളായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്യാണ്. അതിനുശേഷം ക്യാരറ്റും അതുപോലെ തന്നെ തിന്നായിട്ട് കട്ട് ചെയ്യാണ്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക ക്യാരറ്റും കുക്കുംബറും അതുപോലെ തന്നെ ടൊമാറ്റോയും. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് 4 കോർണർ കളഞ്ഞ ബ്രെഡ് ആ ക്രീം തേച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഈസി ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. ഈ ക്രീം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 1 ആഴ്ച 2 ആഴ്ചയൊക്കെ ഇരിക്കുന്നതായിരിക്കും. ഞാൻ ചീസ് ചേർത്തുള്ള ചീസ് ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ തന്നെ നോൺ വെജും വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ്. ഈ നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായി അടുത്തതിൽ കാണാം. താങ്ക് യു.